ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 2ാം പാഠമായ കെമിക്കൽ ബോണ്ടിങ്, അതായത് രാസബന്ധനം എന്ന പാഠമാണ്. ഈ പാഠത്തിലെ എല്ലാ പോർഷൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. സോഡിയം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചല്ലേ, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ സോഡിയം എങ്ങനെയാണ് വരുന്നത്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ അകത്ത് 11 പ്രോട്ടോണും 12 ന്യൂട്രോണുമാണ് വരുന്നത്. പിന്നെ ഷെല്ലുകളിൽ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ, ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. സോഡിയം ഒരു ആറ്റം ആണല്ലേ, അതുപോലെ പല പല ആറ്റങ്ങളുണ്ട്. ഓക്സിജൻ, ഹൈഡ്രജൻ, അല്ലെങ്കിൽ പൊട്ടാസ്യം, കാൽഷ്യം, അങ്ങനെ പലതും. സോഡിയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ, അതായത് ഏറ്റവും പുറത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണുള്ളത്? 1 ഇലക്ട്രോൺ. ഏറ്റവും പുറത്തെ ഷെല്ലിനെയാണ് ഇംഗ്ലീഷിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുക. മലയാളത്തിൽ ഇതിനെ ബാഹ്യതമ ഷെൽ എന്ന് പറയുന്നു. അപ്പോൾ സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ, അതായത് ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. എല്ലാ ആറ്റത്തിൻ്റെയും ആഗ്രഹം അവരുടെ ബാഹ്യതമ ഷെൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണമെന്നാണ്. അപ്പോൾ സോഡിയത്തിൻ്റെ ആഗ്രഹം എന്താണ്? സോഡിയത്തിൻ്റെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണം എന്നാണ് ആഗ്രഹം. സോഡിയത്തിൻ്റെ കാര്യം മാത്രമല്ല, ഏതൊരു ആറ്റത്തിൻ്റെയും ആഗ്രഹം അതിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണമെന്നാണ്. നമ്മൾ കെമിസ്ട്രി ലാബിൽ നോക്കുകയാണെങ്കിൽ 2 സാധനങ്ങളൊക്കെ ചേർന്ന് പുതിയ സാധനങ്ങൾ ഉണ്ടാകും അല്ലേ? ഉദാഹരണത്തിന് സോഡിയവും ക്ലോറിനും ചേർന്ന് എന്തുണ്ടാവും? സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡാണ് നമ്മൾ കഴിക്കുന്ന ഉപ്പെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സോഡിയവും ക്ലോറിനും കൂടി ചേർക്കുമ്പോൾ പുതിയൊരു സാധനമായ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്? അതിന് കാരണം എന്ന് പറഞ്ഞാൽ സോഡിയത്തിൻ്റെ ആഗ്രഹം അതിന് 8 ഇലക്ട്രോൺ അവസാനത്തെ ഷെല്ലിൽ വേണമെന്നാണ്. അതില്ലല്ലോ. അതുകൊണ്ടാണ് സോഡിയം ഒരു രാസപ്രവർത്തനം അല്ലെങ്കിൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ക്ലോറിൻ്റെയും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ല. 8 എണ്ണം വേണമെന്നാണ് ക്ലോറിൻ്റെ ആഗ്രഹം. ആ 8 എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 2 പേരും എന്ത് ചെയ്യുന്നത്? തമ്മിൽ ചേർന്ന് സോഡിയം ക്ലോറൈഡ് ആകുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ രാസപ്രവർത്തനം, അതായത് നമ്മൾ കെമിസ്ട്രി ലാബിൽ കാണുന്ന കാര്യങ്ങൾ, അവ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾക്ക് അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയാണ് ഓരോ ആറ്റവും രാസപ്രവർത്തനം, അതായത് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാറ്റത്തിന് ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിലോ പിന്നെ അത് എന്തെങ്കിലും റിയാക്ഷനിൽ പങ്കെടുക്കുമോ? എന്തെങ്കിലും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമോ? ഇല്ല. അതാണ് പേജ് നമ്പർ 27 തന്നിരിക്കുന്ന ഈ പിങ്ക് ബോക്സ്. ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റൺ, സിനോൺ, റെഡോൺ, ഇതൊക്കെ ഈ സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നൊക്കെ പറഞ്ഞ പോലത്തെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങളാണ്. ഹീലിയത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് ഞാൻ പിന്നീട് പറയാം. ബാക്കിയുള്ളത് നോക്കാം. നിയോൺ അറ്റോമിക് നമ്പർ 10 ആണ്. ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 എണ്ണം ഉണ്ടല്ലേ. ആർഗൺ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 8 ഇലക്ട്രോൺ. ഇവരുടെയൊക്കെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്. അതിനർത്ഥം ഇവരൊക്കെ ഇനി എന്തെങ്കിലും രാസപ്രവർത്തനം അല്ലെങ്കിൽ റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ തുടങ്ങിയവരൊന്നും രാസപ്രവർത്തനങ്ങളിൽ, കെമിക്കൽ റിയാക്ഷനുകളിൽ പങ്കെടുക്കാറില്ല. ഇനി ഹീലിയത്തിൻ്റെ കാര്യം ഞാൻ പറയാം. ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ ചെറിയ ആറ്റങ്ങൾക്ക് ആകെ 1 ഷെല്ലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. അതിൽ 2 ഇലക്ട്രോൺ വേണമെന്നാണ് അവർക്ക് ആഗ്രഹം. അപ്പോൾ 8 അല്ല അവർക്ക് ആഗ്രഹം, 2 ആണ് അവർക്ക് ആഗ്രഹം. ആ 2 ഇവിടെ ഹീലിയത്തിനുണ്ടല്ലോ. അപ്പോൾ ഹീലിയവും ഇനി രാസപ്രവർത്തനങ്ങളിലൊന്നും പങ്കെടുക്കില്ല, അതായത് റിയാക്ഷനിലൊന്നും പങ്കെടുക്കില്ല. അതായത് നേരത്തെ സോഡിയവും ക്ലോറിനും ചേർത്തപ്പോൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടായി. അതുപോലെ ഹീലിയവും ക്ലോറിനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ നിയോണും ക്ലോറിനും ചേർത്താൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. കാരണം എന്താ? ഹീലിയത്തിനും നിയോണിനും ഒന്നും അതിൻ്റെ ആവശ്യമില്ല. ഈ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ള എല്ലാവരും ഗ്യാസസ് ആണ്, വാതകങ്ങളാണ്. അതുപോലെ ഹീലിയവും ഒരു വാതകമാണ്. അപ്പോൾ ഈ ബോക്സിലുള്ളവരെ, അതായത് അവസാനം 8 ഇലക്ട്രോൺ ഉള്ളവരെയാണ് നോബിൾ ഗ്യാസസ് എന്ന് പറയുക. മലയാളത്തിൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയും. ഉത്കൃഷ്ടവാതകങ്ങൾ. ഹീലിയവും അതിൽ ഉൾപ്പെടും കേട്ടോ. ഇതുപോലെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന ക്രമീകരണത്തിനെയാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം, അതായത് ഒക്ടെറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുക. ഒക്ടെറ്റ് അല്ലെങ്കിൽ അഷ്ടക എന്ന് പറഞ്ഞാൽ 8 എന്നാണ് അർത്ഥം. അങ്ങനെ അവസാനം 8 ഇലക്ട്രോൺ ഉള്ളവർക്ക് പിന്നെ ഈ ഹീലിയത്തിനും സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറയാം. അപ്പോൾ അവസാനം 8 ഇല്ലാത്തവർക്കൊന്നും സ്ഥിരതയില്ല, അതായത് സ്റ്റെബിലിറ്റി ഇല്ല.
അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഈ ബോക്സ് നോക്കാം. മഗ്നീഷ്യം എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഇലക്ട്രോൺ വിന്യാസം? 2,8,2, അതായത് അവസാനം 8 ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റെബിലിറ്റി ഇല്ല, സ്ഥിരതയില്ല. ഇത് 8 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കെമിക്കൽ റിയാക്ഷൻ, ഏതെങ്കിലും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഓക്സിജൻ അതുപോലെ തന്നെ അവസാനം 6 ഇലക്ട്രോൺ ആണ്, സോഡിയത്തിന് അവസാനം 1 ഇലക്ട്രോൺ ആണ്, ക്ലോറിനും അവസാനം 7 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ആറ്റങ്ങൾക്കൊക്കെ സ്ഥിരതയുണ്ടോ, അതായത് ഈ എലമെൻസിനൊക്കെ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല. കാരണം എന്താണ്? അവർക്ക് 8 ഇലക്ട്രോൺ ഇല്ല അവസാനത്തെ ഷെല്ലിൽ. ഇനി നമുക്ക് സോഡിയം ക്ലോറൈഡ് എന്ന് നോക്കാം. ഒരു സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സോഡിയം ആറ്റവും ഒരു ക്ലോറിൻ ആറ്റവും ചേർന്നതാണല്ലേ. ഇതാണിപ്പോൾ സോഡിയം ആറ്റം എന്നിരിക്കട്ടെ, ഇതാണ് ക്ലോറിൻ ആറ്റം എന്നിരിക്കട്ടെ. ഈ രണ്ട് ആറ്റത്തിനെ തമ്മിൽ ചേർത്ത് പിടിച്ച് നിർത്തുന്ന ഒരു ബലം അല്ലെങ്കിൽ ഒരു ഫോഴ്സ് വേണം. അങ്ങനെ ചേർത്ത് നിർത്തുന്ന ആ ബലത്തെ അല്ലെങ്കിൽ ആ ഫോഴ്സിനെയാണ് കെമിക്കൽ ബോണ്ട് അല്ലെങ്കിൽ രാസബന്ധനം എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള കെമിക്കൽ ബോണ്ടിങ്ങുകൾ അല്ലെങ്കിൽ രാസബന്ധനങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തതാണ് അയോണിക് ബോണ്ടിങ് അല്ലെങ്കിൽ അയോണിക ബന്ധനം എന്ന് പറയുന്നത്. എന്താണ് അയോണിക് ബോണ്ടിങ് അല്ലെങ്കിൽ അയോണിക ബന്ധനം എന്നത് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. സോഡിയം അറ്റോമിക് നമ്പർ 11 നമ്മൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? 2,8,1. ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 ഇത് 2,8,7 എന്നാണ് വരിക. ഇവരുടെ 2 പേരുടെ ആഗ്രഹം എന്താണ്? ഇവരുടെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണം. സോഡിയത്തിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളല്ലേ. ഒന്നെങ്കിൽ സോഡിയത്തിന് എവിടെ നിന്നെങ്കിലും 7 ഇലക്ട്രോൺ മേടിക്കാം, അപ്പോൾ ഇവിടെ 8 ഇലക്ട്രോൺ ആകുമല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ 7 ഇലക്ട്രോണിനെ മേടിക്കാം, അല്ലെങ്കിൽ ഈ 1 ഇലക്ട്രോണിനെ ആർക്കെങ്കിലും കൊടുക്കാം. അങ്ങനെ കൊടുത്താലുള്ള ഗുണം പിന്നെ ഈ ഷെൽ അവിടെ ഉണ്ടാവത്തില്ല. കാരണം എന്താ? ഇവിടെ പിന്നെ ഇലക്ട്രോണൊന്നുമില്ല. അപ്പോൾ സോഡിയത്തിൻ്റെ അവസാനത്തെ ഷെൽ ഏതായി മാറി? ഇതിൽ 8 ഇലക്ട്രോൺ ഉണ്ടല്ലോ. അപ്പോൾ സോഡിയത്തിന് ഒന്നെങ്കിൽ 7 ഇലക്ട്രോൺ മേടിക്കാം, അല്ലെങ്കിൽ ഈ 1 ഇലക്ട്രോൺ കൊടുക്കാം. 7 എണ്ണം മേടിക്കുന്നതാണോ 1 എണ്ണം കൊടുക്കുന്നതാണോ എളുപ്പം? 1 എണ്ണം കൊടുക്കുന്നതാണല്ലേ. അതുകൊണ്ട് തന്നെ സോഡിയം ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആളാണ്, ഇലക്ട്രോണിനെ വാങ്ങുന്ന ആളല്ല. ഇനി ക്ലോറിൻ നോക്കാം. ക്ലോറിന് 7 ഇലക്ട്രോൺ ഉണ്ട്. ഒന്നുകിൽ എവിടെ നിന്നെങ്കിലും 1 ഇലക്ട്രോൺ മേടിച്ചാൽ ഇവിടെ 8 എണ്ണം കിട്ടും. അതല്ലെങ്കിൽ ഈ 7 ഇലക്ട്രോൺ കളയുവാണെങ്കിൽ ആ ഷെൽ പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ 8 എണ്ണം കിട്ടും. 1 എണ്ണം മേടിക്കുന്നതാണോ 7 എണ്ണം കളയുന്നതാണോ എളുപ്പം? 1 എണ്ണം മേടിക്കുന്നതാണ്. അപ്പോൾ ക്ലോറിൻ ഇലക്ട്രോൺ വാങ്ങുന്ന ആളാണ്, കൊടുക്കുന്ന ആളല്ല. അങ്ങനെയാണെങ്കിൽ സോഡിയം കളയുന്ന ഈ 1 ഇലക്ട്രോണിനെ ആർക്ക് കൊടുത്താൽ മതി? ക്ലോറിന് കൊടുത്താൽ മതി. അതായത് സോഡിയം 1 ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കും. അപ്പോൾ ഇവിടെ 8 ആകും, ഇവിടെയും 8 ആകും. 2 പേരുടെയും പ്രശ്നം തീർന്നു. ഇങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് ശരിക്കും ഉണ്ടാകുന്നത്. ഇനി ഇലക്ട്രോൺ ഒരാൾ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് പോസിറ്റീവ് ചാർജാണ് ഉണ്ടാകുക. സോഡിയം 1 ഇലക്ട്രോണിനെ കൊടുത്തല്ലേ, അപ്പോൾ സോഡിയത്തിന് 1 പോസിറ്റീവ് ചാർജാണ് ഉണ്ടാകുക. ഇലക്ട്രോൺ വാങ്ങുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജാണ് ഉണ്ടാകുക. ക്ലോറിൻ 1 ഇലക്ട്രോൺ വാങ്ങിയപ്പോൾ അതിന് 1 മൈനസ് ചാർജാണ് കിട്ടുന്നത്. ഇതുപോലെ ചാർജുള്ള സാധനങ്ങൾക്ക് അയോണുകൾ എന്നാണ് പറയുന്നത്, അയോൺ. അതുകൊണ്ടാണ് ഇതിനെ അയോണിക് ബോണ്ടിങ് അല്ലെങ്കിൽ അയോണിക ബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ എന്നെ എന്ന് എഴുതി കഴിഞ്ഞാൽ അയോൺ അല്ല, കാരണം എന്താ? ചാർജൊന്നുമില്ല. എന്നെ 1+ എന്ന് എഴുതുമ്പോൾ അയോണായി മാറി. അല്ലെങ്കിൽ വെറുതെ Cl എന്ന് പറഞ്ഞാൽ അയോൺ അല്ല, പക്ഷെ Cl 1- എന്ന് പറഞ്ഞാൽ അയോണാണ്. ഇതുപോലെ ഇലക്ട്രോൺ കൊടുക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടുണ്ടാകുന്ന ബോണ്ടിങ് അല്ലെങ്കിൽ ബന്ധനത്തിനെയാണ് അയോണിക് ബോണ്ടിങ് അല്ലെങ്കിൽ അയോണിക ബന്ധനം എന്ന് പറയുക. അപ്പോൾ അയോണിക് ബോണ്ടിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ ഇലക്ട്രോൺ കൊടുക്കൽ വാങ്ങലുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞേക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സോഡിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ല്, അതായത് ഏറ്റവും പുറത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നാണ് ചോദിച്ചത്. എത്ര എണ്ണമാണ്? 1 എണ്ണം. ക്ലോറിൻ്റെയോ? ക്ലോറിന് 7 എണ്ണമാണുള്ളത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് സോഡിയത്തിനും ക്ലോറിനും സ്ഥിരത, അതായത് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്? സോഡിയത്തിൻ്റെ 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കണം. അതായത് അവിടെ എന്ത് ബോണ്ടാണ്, എന്ത് ബന്ധനമാണ്? അയോണിക് ബോണ്ടിങ് അല്ലെങ്കിൽ അയോണിക ബന്ധനം. ഇത് തന്നെ നമുക്ക് ഇതേപോലെ പിക്ചറായിട്ട് വരയ്ക്കാൻ പറ്റും. അതാണ് ഞാനിനി കാണിക്കുന്നത്. സോഡിയത്തിന് 11 പ്രോട്ടോണും 12 ന്യൂട്രോണാണുള്ളത്. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ, ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ക്ലോറിനോ
ഇതിൻ്റെ കൂടെ നമ്മൾ ക്ലോറിൻ ചേർക്കുകയാണ്. ക്ലോറിൻ്റെ ന്യൂക്ലിയസിൽ 17 പ്രോട്ടോണും 18 ന്യൂട്രോണാണുള്ളത്. എത്ര ന്യൂട്രോണാണുള്ളതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, അത് സാരമില്ല. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ ഇവിടെ പ്ലസ് ഉണ്ട് കേട്ടോ, അത് എഴുതാൻ സ്ഥലമില്ല, പ്ലസ് ഉണ്ട്. അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ, ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കഴിയുമ്പോൾ എന്താ പറ്റുക? സോഡിയത്തിൻ്റെ ഈ അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ക്ലോറിന് കൊടുക്കും. അപ്പോൾ എന്താണ് ഉണ്ടാകുക? ഈ ആരോ കഴിഞ്ഞുള്ളത് ഞാൻ താഴ്ത്താണിപ്പോൾ വരയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നിങ്ങൾ നേരെ നേരെ തന്നെ വരയ്ക്കണം. സോഡിയത്തിൻ്റെ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഈ ഷെല്ല് പിന്നെ ഉണ്ടാകത്തില്ല അല്ലേ? അപ്പോൾ സോഡിയത്തിന് ആദ്യത്തെ 2 ഷെല്ല് മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ നമുക്ക് വരച്ചേക്കാം. സോഡിയം 11 പ്രോട്ടോൺ, 12 ന്യൂട്രോൺ. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. ഇനി ഇതിപ്പോൾ എന്തായി മാറി? ഒരു അയോണായി മാറി. സോഡിയത്തിന് എന്ത് ചാർജാണ്? 1+ ആണ്. 1+നെ വെറുതെ പ്ലസ് എന്ന് എഴുതാം. 2+, 3+ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ നമ്പർ നിർബന്ധമായിട്ട് എഴുതണം. 1 എന്നുള്ള നമ്പർ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഇവിടെ വെറുതെ പ്ലസ് എന്നിട്ടിരിക്കുന്നത്. ക്ലോറിന് 1 ഇലക്ട്രോൺ കൂടി കിട്ടിയല്ലേ? അപ്പോൾ ക്ലോറിൻ വരച്ചേക്കാം. 17p, 18n. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിലും 8 ഇലക്ട്രോൺ. ഇപ്പോൾ ക്ലോറിന് എന്ത് ചാർജായി മാറി? മൈനസ് ചാർജായി മാറി. ഇതുപോലെ വേണം നമ്മൾ പിക്ചർ വരയ്ക്കാൻ. അതുപോലെ തന്നെ സോഡിയത്തിൻ്റെ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരുന്നു? 2,8,1. അപ്പോൾ ഇത് ഈ പടത്തിൻ്റെത് 2,8,1 ആണ്. ആ 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞപ്പോൾ ഈ പടത്തിൻ്റെ എന്തായി? 2,8. അതുപോലെ ഈ ക്ലോറിൻ്റെ എന്തായിരുന്നു? 2,8,7. 1 ഇലക്ട്രോൺ കിട്ടിക്കഴിയുമ്പോൾ 2,8,8. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ വരയ്ക്കാൻ പറ്റും. അതിനെയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. സോഡിയം പ്ലസ് ക്ലോറിൻ എന്താ കിട്ടുക? സോഡിയം ക്ലോറൈഡാണ് കിട്ടുക അല്ലേ? സോഡിയത്തിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ അല്ലായിരുന്നോ? ആ 1 ഇലക്ട്രോണാണ് ഞാൻ ഒരു കൊത്തിട്ട് കാണിക്കുന്നത്. ക്ലോറിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അതാണ് 7 കുത്തിടുന്നത്. അതാണ് ഇതിന് ഡോട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കുത്ത്. ഇത് ചേർന്നപ്പോൾ സോഡിയം ക്ലോറൈഡ് ആയല്ലേ? സോഡിയത്തിൻ്റെ ഈ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? ക്ലോറിന് കൊടുത്തു. അപ്പോൾ സോഡിയത്തിന് പിന്നെ ആ ഷെല്ലിൽ ഒന്നുമില്ല. ശരിക്കും അവിടെ അങ്ങനെ ഒരു ഷെല്ല് തന്നെ പിന്നെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സോഡിയത്തിന് ഇനി കുത്തൊന്നും ഇടില്ല. സോഡിയത്തിനപ്പോൾ എന്ത് ചാർജാണ് കിട്ടിയത്? പോസിറ്റീവ് ചാർജ്. ക്ലോറിന് എന്താ കിട്ടിയത്? ഈ 1 ഇലക്ട്രോൺ കിട്ടിയല്ലേ? അപ്പോൾ ഇവിടെ എത്ര എണ്ണമായി? 8 ഇലക്ട്രോൺ. അപ്പോൾ 8 കുത്തിടാം. ക്ലോറിന് എന്ത് ചാർജാണ് കിട്ടിയത്? നെഗറ്റീവ് ചാർജ്. ഇതിനെയാണ് എന്തെന്ന് പറയുക? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം. വേണമെങ്കിൽ ഇതിൻ്റെ താഴെ നമുക്ക് വിന്യാസം, കോൺഫിഗറേഷനും കൂടെ എഴുതാം. 2, 8, 1 ആയിരുന്നു ഇത്. 2, 8, 7 ആയിരുന്നു. 1 ഇലക്ട്രോൺ പോയപ്പോൾ സോഡിയം എന്തായി? 2, 8 മാറി. ക്ലോറിനോ 2,8,8 മാറി. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. വിച്ച് ആറ്റം ഡൊണേറ്റഡ് ദ ഇലക്ട്രോൺ? ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നാണ് അർത്ഥം. ഇലക്ട്രോൺ കൊടുത്തത് ആരാണ്? സോഡിയം. ഹൗ മെനി? അതായത് എത്ര എണ്ണം കൊടുത്തു? 1 എണ്ണം. ഇനി ഏതാറ്റമാണ് ഇലക്ട്രോൺ വാങ്ങിയത്, അതായത് അക്സെപ്റ്റ് ചെയ്തത്? ക്ലോറിൻ. എത്ര എണ്ണമാണ്? 1 എണ്ണം. ഇനി ആറ്റങ്ങൾക്ക് ചാർജ് കിട്ടിക്കഴിയുമ്പോൾ അവയെ എന്താണ് പറയുക? അയോണുകൾ. ഇനി ഇതിനെ തന്നെ മറ്റൊരു രീതിയിൽ എഴുതാൻ പറ്റും. അതാണിത്. ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. സോഡിയം 1 ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തായി മാറി? Na+ ആയി മാറി അല്ലേ? ആ കൊടുത്ത ഇലക്ട്രോണാണ് ഞാൻ 1 ഇലക്ട്രോൺ എന്ന് എഴുതിയിരിക്കുന്നത്. E- എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണാണ്. ക്ലോറിൻ എന്ത് ചെയ്തു? ആ 1 ഇലക്ട്രോണിനെ വാങ്ങി. അതാണ് Cl+1 ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായി മാറി? Cl- ആയി മാറി. നമ്മൾ Na+ എന്ന് പറഞ്ഞ പോലെ Mg2+, Al3+, അങ്ങനെ പല അയോണുകളുണ്ട്. ഇതുപോലെ പോസിറ്റീവ് ചാർജുള്ള അയോണുകളെയാണ് കാറ്റയോൺ എന്ന് പറയുക. ഈ Cl- പോലെ അല്ലെങ്കിൽ O2- പോലെ നെഗറ്റീവ് ചാർജുള്ള അയോണുകളെയാണ് ആനയോൺ എന്ന് പറയുക. പോസിറ്റീവ് ചാർജുള്ളത് കാറ്റയോൺ, നെഗറ്റീവ് ചാർജുള്ളത് ആനയോൺ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു സോഡിയം ക്ലോറൈഡിൽ സോഡിയവും ക്ലോറിനും തമ്മിൽ ആകർഷിക്കുന്ന ഒരു ബലം ഉണ്ടെന്നല്ലേ? അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ ആകർഷിക്കും, അതായത് അട്രാക്റ്റ് ചെയ്യും. ഇനി രണ്ടും ഒരേ ചാർജ് ആണെങ്കിൽ, അതായത് പോസിറ്റീവും പോസിറ്റീവ് ആണെങ്കിൽ അതെന്താ പറ്റുക? അകന്നു പോകും. അല്ലെങ്കിൽ നെഗറ്റീവും നെഗറ്റീവും ആണെങ്കിൽ അകന്നു പോകും. ഇവിടെ നോക്കിക്കേ, പോസിറ്റീവും നെഗറ്റീവും അല്ലേ? അപ്പോൾ അത് ആകർഷിക്കും, അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അത് അടുത്തടുത്തിരിക്കും. അങ്ങനെയാണ് ഇത് ഒരുമിച്ച് നിൽക്കുന്നത്. ആ ആകർഷണത്തെ എന്തെന്ന് പറയാം?
ഒന്നെങ്കിൽ വൈദ്യുതാകർഷണം എന്ന് പറയാം, ഇംഗ്ലീഷിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം. ഇനി നമുക്ക് മഗ്നീഷ്യം ഓക്സൈഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ സോഡിയം ക്ലോറൈഡ് അല്ലേ കണ്ടത്. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതായത് ഇലക്ട്രോൺ വിന്യാസം 2,8,2 ആണ്. അതുപോലെ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഇത് 2,6 ആണ് വരുന്നത്. മഗ്നീഷ്യത്തിന് ഈ 2 ഇലക്ട്രോണിനെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകും. ഓക്സിജന് എവിടെന്നെങ്കിലും 2 ഇലക്ട്രോൺ കിട്ടുകയാണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകും. അപ്പോൾ ഈ 2 എണ്ണത്തിന് ഓക്സിജന് കൊടുത്താൽ മതിയല്ലോ. 2 ഇലക്ട്രോൺ കൊടുത്തു കഴിയുമ്പോൾ മഗ്നീഷ്യം എന്തായി മാറുന്നു? അയോണായി മാറുന്നു. Mg2+. 2 ഇലക്ട്രോൺ കൊടുക്കുന്നതുകൊണ്ടാണ് 2+ എന്ന് വന്നത്. 2 ഇലക്ട്രോൺ വാങ്ങുമ്പോൾ ഓക്സിജൻ O2- ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. മഗ്നീഷ്യത്തിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ഓക്സിജൻ്റെ അവസാനത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ. ഇത് ചേർന്ന് കഴിയുമ്പോൾ MgO ആണ് ഉണ്ടാകുക. മഗ്നീഷ്യത്തിൻ്റെ ഈ 2 എണ്ണം പോകും. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ഒന്നും വരയ്ക്കുന്നില്ല, 2+ ആണ് വരിക. ഓക്സിജന് എത്ര ഇലക്ട്രോൺ കിട്ടും? അവസാനത്തെ ഷെല്ലിൽ 8 എണ്ണം ആകും. 2, 4, 6, 8. 2- ആണ് വരിക. വെറുതെ Mg എന്ന് പറഞ്ഞാൽ അതിന് ചാർജ് ഒന്നുമില്ല കേട്ടോ. വെറുതെ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അതിന് ചാർജ് ഒന്നുമില്ല. ഇത് ഇലക്ട്രോൺ കൊടുക്കൽ വാങ്ങൽ കഴിയുമ്പോഴാണ് ഇതിനൊക്കെ ചാർജ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് Na2O എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. Na2O എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ 2 സോഡിയവും 1 ഓക്സിജനുമാണ്. സോഡിയം എങ്ങനെയായിരുന്നു കോൺഫിഗറേഷൻ, അതായത് വിന്യാസം 2,8,1, ഓക്സിജൻ 2,6. സോഡിയം 1 ഇലക്ട്രോണിനെയാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലേ. ഓക്സിജൻ എത്ര ഇലക്ട്രോൺ വേണം? 2 എണ്ണം. ഒരെണ്ണം കൊടുത്തിട്ടപ്പോൾ കാര്യമില്ല, കാരണം എന്താ, ഓക്സിജന് 2 ഇലക്ട്രോൺ വേണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു സോഡിയത്തിനെ കൂടി കൊണ്ടുവരാം. അപ്പോൾ എന്താ പറ്റുക? ഈ സോഡിയം 1 ഇലക്ട്രോൺ കൊടുക്കും, ഈ സോഡിയം 1 ഇലക്ട്രോൺ കൊടുക്കും. അപ്പോൾ ഈ സോഡിയത്തിൻ്റെ 1 ഇലക്ട്രോൺ പോകുമ്പോൾ ഇവിടെ അവസാനത്തെ ഷെല്ലിൽ 8 ആകും. ഈ സോഡിയത്തിനും അവസാനത്തെ ഷെല്ലിൽ 8 ആകും. ഓക്സിജന് ഈ 2 ഇലക്ട്രോൺ കിട്ടുമ്പോൾ എന്തായി മാറുന്നു? അവസാനത്തെ ഷെല്ലിൽ 8 ആയി മാറുന്നു. ഇതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാം. 2 സോഡിയവും 1 ഓക്സിജനും അല്ലേ, അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. സോഡിയത്തിൻ്റെ അവസാനത്തെ ഷെല്ലിൽ ഓരോ ഇലക്ട്രോൺ ആണുള്ളത്. ഓക്സിജൻ്റെ അവസാനത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണുള്ളത്. ഇനി ഈ സോഡിയം ഇലക്ട്രോണിനെ കൊടുത്തു കഴിയുമ്പോൾ Na+ ആയി മാറുന്നു. അപ്പുറത്തെ സോഡിയം ഓക്സിജനെ കൊടുത്തു കഴിയുമ്പോൾ Na+ ആയി മാറുന്നു. ഓക്സിജന് ഇലക്ട്രോണിനെ കിട്ടിക്കഴിയുമ്പോൾ എന്തായി മാറുന്നു? 2 ഇലക്ട്രോൺ കിട്ടുന്നത് കൊണ്ട് ഇവിടെ 8 ഇലക്ട്രോണായി മാറുന്നു. അതുപോലെ O2- ആയി മാറുന്നു. ഇതുപോലെ ടെക്സ്റ്റിൽ സോഡിയം ഫ്ലൂറൈഡും മഗ്നീഷ്യം ഫ്ലൂറൈഡും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളിനി വരയ്ക്കുന്നത്. സോഡിയം ഫ്ലൂറൈഡ്. സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്തായിരുന്നു? നമ്മളിപ്പോൾ കണ്ടു, 2,8,1. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. അപ്പോൾ 2,7. സോഡിയത്തിന് ഈ 1 ഇലക്ട്രോണിനെ കൊടുക്കാനാണ് ആഗ്രഹം. ഫ്ലൂറിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ഒരെണ്ണം വാങ്ങാനാണ് ആഗ്രഹം. അപ്പോൾ സോഡിയം കൊടുക്കുന്ന ഈ 1 ഇലക്ട്രോണിനെ ആർക്ക് കിട്ടും? ഫ്ലൂറിന് കിട്ടും. അങ്ങനെയാണ് സോഡിയം ഫ്ലൂറൈഡ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാം. സോഡിയത്തിന് അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ, ഫ്ലൂറിന് അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ. രണ്ടും കൂടി ചേരുമ്പോഴോ സോഡിയത്തിൻ്റെ കയ്യിലുള്ള ആ 1 ഇലക്ട്രോൺ പോകും. അപ്പോൾ 1 ഇലക്ട്രോൺ പോകുമ്പോൾ 1+. അതിന് വെറുതെ പ്ലസ് എന്ന് എഴുതാം. ഫ്ലൂറിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകുന്നു. അത് 1- ആയി മാറുന്നു. ഇനി നമുക്ക് മഗ്നീഷ്യം ഫ്ലൂറൈഡ് അതായത് MgF2 വരയ്ക്കാം. F2 എന്ന് പറഞ്ഞാൽ 2 ഫ്ലൂറിനുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാം. ഫ്ലൂറിൻ, മഗ്നീഷ്യം, ഫ്ലൂറിൻ. ഫ്ലൂറിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ, മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ, ഈ ഫ്ലൂറിനും 7 ഇലക്ട്രോൺ. ഇനി റിയാക്ഷന് ശേഷമോ ഫ്ലൂറിന് 8 ഇലക്ട്രോണായി മാറും അല്ലേ. ഞാനിപ്പോൾ താഴെയാണ് വരയ്ക്കുന്നത്, നിങ്ങൾ നേരെ വരയ്ക്കണം. 2, 4, 6, 8. ഏത് ചാർജാണ്? 1 ഇലക്ട്രോൺ അല്ലേ ഫ്ലൂറിന് കിട്ടിയത്. അതായത് ഒരു ഫ്ലൂറിന് 1 ഇലക്ട്രോണാണ് കിട്ടിയത്. അപ്പോൾ 1-. വെറുതെ മൈനസ് എന്നിട്ടാലും മതി. മഗ്നീഷ്യത്തിൻ്റെ ഈ 2 ഇലക്ട്രോണും പോയി. അപ്പോൾ മഗ്നീഷ്യം 2+ ആയി മാറി. ഫ്ലൂറിനോ 8 ഇലക്ട്രോൺ കിട്ടി. 1- ചാർജ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്.